വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസിൻ്റെ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്. അപ്പോൾ അമെൻമെൻറ്റ് 15 വരെ, റൂൾ 15 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് കാണുക, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക, നന്നായി പഠിക്കുക. ചാപ്റ്റർ 3 ഇനി നമ്മൾ എടുക്കുന്നത്. ചാപ്റ്റർ 2 നമ്മുടെ കഴിഞ്ഞതാണ്. റൂൾസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 3 റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. റൂൾ നോക്കുകയാണെങ്കിൽ 16 തൊട്ട് 28 വരെ ഈ ഒരു ചാപ്റ്റർ 3 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്, എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാപ്റ്റർ 3 റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, റൂൾ 16 തൊട്ട് 28 വരെ കേട്ടോ. അപ്പോൾ റൂൾ 16 എന്തിനെ കുറിച്ചിട്ടാണ് പറയണത് നോക്കാം. റൂൾ 16 കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ് എന്നാണ് റൂൾ 16 വരുന്നത്. റൂൾ 16 വരുന്നത് കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പാണ്. അപ്പോൾ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് അഡ്മിഷൻ മെമ്പർഷിപ്പിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ളത്, മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണല്ലോ റൂൾസിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത് എന്നാണ് ഈ ഒരു റൂൾ 16 അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അമെൻമെൻറ്റിൻ്റെ എൻട്രി നമ്പർ നോക്കുകയാണെങ്കിൽ റൂൾ 16 10ാമതാണ് കേട്ടോ. 10ാമത്തെ എൻട്രിയാണ് റൂൾ 16 അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. 10ാമത്തെ എൻട്രിയാണ്. അപ്പോൾ അത് ഏത് ഭാഗമാണെന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് കളറിൽ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് സാധാരണ പണ്ടുള്ളത് തന്നെയാണ്. നോ പേഴ്സൺ ഷോൾ ബി അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി അൺലെസ്. എന്തെല്ലാം കണ്ടീഷൻസ് ആണ് പറയണത്, ഇത് പാലിക്കാതെ നോ പേഴ്സൺ ഷാൾ ബി അഡ്മിറ്റഡ്, ആരെപ്പോലും ഒരാളെ പോലും അഡ്മിറ്റ് ചെയ്യില്ല അല്ലേ മെമ്പറായിട്ട്, ഇത് പാലിക്കാത്ത. അപ്പം എന്തെല്ലാമാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഹി ഹാസ് അപ്ലൈഡ് ഇൻ റൈറ്റിംഗ് ഇൻ ദ ഫോം, കറക്റ്റായിട്ടുള്ള ഒരു റിട്ടേൺ ഫോർമാറ്റിൽ കൊടുക്കണം അല്ലേ, സൊസൈറ്റി തന്നെ തരും. അപ്പോൾ ആ ഒരു റിട്ടേൺ ഫോർമാറ്റിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ന്യൂ ആയിട്ട് ആഡ് ചെയ്തത് എ എന്ന് പറഞ്ഞ പ്രൊവിഷനാണ് കേട്ടോ. എ ആണ് ആഡ് ചെയ്തത്. അപ്പോൾ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ സെക്ഷനിൽ ആഡ് ചെയ്തിരുന്നു. സെക്ഷൻസിൻ്റെ അമെൻമെൻറ്റ്സ് കംപ്ലീറ്റ് ആയി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പ്ലേലിസ്റ്റിൽ നമ്മൾ സെക്ഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ അമെൻമെൻറ്റുകളും 14 ഭാഗങ്ങളായിട്ട് നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്താൽ കേട്ടോ, കാണാം കേട്ടോ. അപ്പോൾ ന്യൂ എ ആണ് പുതുതായിട്ട് അഡീഷൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. പുതുതായിട്ട് വന്നിട്ടുള്ളത് ഇൻ ദ കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസാണ്. അവരുടെ പ്രായപരിധി എത്രയാണ് പറയണത്, 45 വയസ്സാണ് പറയുന്നത് കേട്ടോ. നോട്ട് ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 45 ഇയേഴ്സ്. 45 വയസ്സിൽ താഴെയുള്ള ആൾക്കാരെയാണ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലേക്ക് പരിഗണിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർ നോമിനൽ മെമ്പേഴ്സായിട്ട് നിലനിൽക്കും. അവർ മെമ്പർഷിപ്പ് കട്ടാവുമൊന്നുമില്ല, മെമ്പർഷിപ്പിൽ അവരപ്പോഴും ഉണ്ടായിരിക്കും എന്നും പറയുന്നുണ്ട്. അത് നമ്മുടെ സെക്ഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബി ആയിട്ട് പറയുന്നത്, അപ്പോൾ എയുടെ കൂടെ ഒരു എയും കൂടി വന്നു. എ എന്താണ്, യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചിട്ട് ആഡ് ചെയ്തതാണ് കേട്ടോ. ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 45 ഇയേഴ്സ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബി പറഞ്ഞത് ഹിസ് ആപ്ലിക്കേഷൻ ഈസ് അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യേണ്ടത് ആരാണ് എന്ന പോയിൻ്റ് ഇവിടെ വന്നു. കമ്മിറ്റിയാണ് അപ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യേണ്ടത് ആരാണ്, കമ്മിറ്റിയാണ് അപ്രൂവ് ചെയ്യേണ്ടത്, പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ 3ാമത്തെ പോയിൻ്റ് സി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഹി ഹാസ് ഫുൾഫിൽഡ് ഓൾ അതർ കണ്ടീഷൻസ് ലെയ്ഡ് ഡൗൺ ഇൻ ദ ആക്ട് റൂൾസ് ആൻഡ് ബൈലോസ്. പ്രധാനമാണല്ലോ, ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, റൂൾസിൽ നോക്കണം. അതുപോലെ ബൈലോയിലാണ് അവരുടെ നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഓരോ സൊസൈറ്റിക്കും അവരുടേതായ ബൈലോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആക്റ്റിലെയും റൂളിലെയും ബൈലോസിലെയും കണ്ടീഷൻസ്, പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ, നമുക്ക് അറിയണ കാര്യമാണ്. ഡി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇൻ ദ കേസ് ഓഫ് അതർ സൊസൈറ്റീസ് ഓർ എ ബോഡി ഓഫ് പേഴ്സൺസ് വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട്. മറ്റ് സൊസൈറ്റികളുടെ കാര്യം അല്ലെങ്കിൽ ബോഡി ഓഫ് പേഴ്സൺസിൻ്റെ കാര്യമാണ് പറയണത്. and any statutory or non-statutory board approved by the government, committee or corporation constituted for the development of an industry. The application for membership shall be accompanied by a resolution authorizing it to apply for such a membership. അത് നമുക്കറിയാം, കൂട്ടായിട്ടുള്ള ഒരു കാര്യമാകുമ്പം എന്ത് ചെയ്യണം, റെസൊല്യൂഷൻ കൂടി തീരുമാനമെടുത്തതിന് ശേഷമാണ്, എല്ലാവർക്കും സമ്മതമാവണം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ റെസൊല്യൂഷൻ കൂടി തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ ഈ മെമ്പർഷിപ്പ് അംഗീകരിക്കുകയുള്ളൂ. അതാണ് പറയുന്നത് കേട്ടോ. മെമ്പർഷിപ്പിന് റെസൊല്യൂഷൻ ഓതറൈസ് ചെയ്യണം എന്നാണ് പറയണത്. ഓക്കെ, അടുത്തത് പറയുന്നത് നോ പേഴ്സൺ ഷാൾ ബി നോട്ട് എലിജിബിൾ ഫോർ അഡ്മിഷൻ.
നോട്ട് എലിജിബിൾ ഫോർ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി കേട്ടോ. നോ പേഴ്സൺ ഷാൾ നോട്ട് ബി eligible for admission as a member of a cooperative society if he has not attained the age of 18 വയസ്സ് കഴിയാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ആവാൻ പറ്റുമോ? അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. അപ്പോൾ 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ്. പിന്നെ ഹീ ഈസ് നോട്ട് റെസിഡൻ്റ് അല്ല എന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് അവിടെ ഭൂമിയോ അല്ലെങ്കിൽ വസ്തുവോ ഒന്നുമില്ല, അവരെ ഏരിയ ഓഫ് ഓപ്പറേഷനിലെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നമ്മൾ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട് എന്തായത് 18 വയസ്സ് തികഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അവിടെ റെസിഡൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ റെസിഡൻ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് ചെയ്യണം, ലാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ സൊസൈറ്റിയിൽ ഓൺ ചെയ്താലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഇല്ലെങ്കിൽ അയാൾ അതിന് എലിജിബിൾ അല്ല. ദിസ് പ്രൊവിഷൻ ഷാൾ നോട്ട് അപ്ലൈ ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റി ഫോംഡ് എക്സ്ക്ലൂസീവ്ലി. ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവർ ആർക്കാണ് ഈ ഒരു കാര്യത്തിൽ എക്സംഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇവരെ ഓർത്ത് വയ്ക്കണം. ആരെ ഓർത്ത് വയ്ക്കേണ്ടത്? സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് എക്സെപ്ഷൻ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം കേട്ടോ. റെസിഡൻ്റ് അല്ലെങ്കിലും റെസിഡൻ്റ് ആവണമെന്നില്ല. പിന്നെ അവർക്ക് അതുപോലെ തന്നെ ലാൻഡ് വേണമെന്നൊന്നുമില്ല. എന്തിന്? സ്കൂൾ കോളേജ് സൊസൈറ്റീസ് ആകുമ്പോൾ. അടുത്തത് പറയുന്നത് ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജൂഡിക്കേറ്റഡ് ആസ് ആൻ ഇൻസോൾവെൻറ്റ് ഓർ ഹീസ് ആൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്. അങ്ങനെ ആകുമ്പോൾ അറിയാലോ, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വല്ല പാപ്പരത്വം പ്രഖ്യാപിച്ച ആൾക്കാരാണെങ്കിൽ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ഒഫൻസ് സെൻറ്റൻസ് ചെയ്ത ആളാണെങ്കിൽ, ശിക്ഷിച്ച ആളാണെങ്കിൽ പറ്റില്ല. ഒരു പൊളിറ്റിക്കൽ ക്യാരക്ടറോ അല്ലെങ്കിൽ മോറൽ ടർപ്റ്റിറ്റ്യൂഡും അല്ലാത്ത എന്തെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പൊളിറ്റിക്കൽ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട കേസൊന്നും ഇതിൻ്റെ പരിധിയിൽ വരുന്നതല്ല, അല്ലാതെ ക്രിമിനൽ ഒഫൻസ് ആണെങ്കിലാണ് പറയണത്. പിന്നെ പീരിയഡ് ഓഫ് 5 years ഹാസ് നോട്ട് എലാപ്സ്ഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് ദ സെൻറ്റൻസ്. ഇപ്പോൾ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പീരിയഡ് 5 വർഷം കഴിഞ്ഞാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഹി ഈസ് എ പെയ്ഡ് എംപ്ലോയി. സൊസൈറ്റിയുടെ പെയ്ഡ് എംപ്ലോയി ആയിരിക്കാൻ പാടില്ല, അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എംപ്ലോയി ആയിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻസിങ് ബാങ്കിലെ എംപ്ലോയി ആയിരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ ഈ റെസ്ട്രിക്ഷൻ ഒരു കോപ്പറേറ്റീവ് മോട്ടോർ ട്രാൻസ്പോർട്ട് സൊസൈറ്റീസിനോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് വർക്ക്ഷോപ്പിനോ സൊസൈറ്റീസ് ഫോർ ദ എംപ്ലോയീസ് ഓഫ് ഫിനാൻസിങ് ബാങ്കിനോ ഒന്നും ബാധകമല്ല. സൊസൈറ്റീസ് ഫോംഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ആക്ച്വൽ വർക്കേഴ്സിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ഉന്നമനത്തിന് വേണ്ടി തുടങ്ങിയ സൊസൈറ്റി ആണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും അതിൽ പങ്കാളിയാവാം അല്ലേ. മറ്റ് കാര്യങ്ങളുടെ കാര്യമാണ് പറയണത്. അവിടുത്തെ പെയ്ഡ് സ്റ്റാഫ് ആണെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ ഫിനാൻസിങ് ബാങ്കിൻ്റെ സ്റ്റാഫ് ആണെങ്കിലോ ഒന്നും അവർക്ക് മെമ്പർഷിപ്പ് അവിടെ അലൗ ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻസൊക്കെ നിങ്ങൾ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. അപ്പോൾ ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് അല്ലാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ കണ്ടീഷൻസും നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് നോക്കുക അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇത് ജസ്റ്റ് ഒരു തിയറി ആണല്ലോ, അപ്പോൾ നമ്മളത് മനസ്സിലേക്ക് എടുത്താൽ മതി, പിന്നെ നമുക്ക് തെറ്റില്ല. ഹി ഹാസ് ബീൻ സർചാർജ്ഡ് അണ്ടർ സെക്ഷൻ 68. സർചാർജ് ചെയ്യപ്പെട്ട ആളാണെങ്കിൽ ഒരു പീരീഡ് ഓഫ് 3 years ആണ് പറഞ്ഞിട്ടോ. ഹാസ് നോട്ട് എലാപ്സ്ഡ് സിൻസ് ദ പേയ്മെൻറ്റ് ഓഫ് മണി അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി ആസ് ഡയറക്റ്റഡ് ഇൻ ദ സെഡ് ഓർഡർ ഓഫ് സർചാർജ്. സർചാർജിൽ ചിലപ്പോൾ പറയുക എന്താണ്, പൈസ എന്തെങ്കിലും തിരിമറിയൊക്കെ ചെയ്തതാണെങ്കിൽ പൈസ തിരിച്ചടയ്ക്കാൻ പറയും. അതുപോലെ റീസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി, അത് അത് പഴയ പൂർവ്വ അവസ്ഥയിലേക്ക് ആക്കുക. അതാണ് റീസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എടുത്ത സാധനം പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ തിരിച്ചു വയ്ക്കുക എന്ന് പറയില്ലേ. അത് എന്താണോ സർചാർജ് ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ കുഴപ്പമുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമാണ്, എടുക്കില്ല. ഓക്കെ, പിന്നെ ജി ഉണ്ടായിരുന്നു, ജി ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എച്ച് ആണ്, ഹി ഹാസ് ബീൻ എക്സ്പെൽഡ് അണ്ടർ സബ്സെക്ഷൻ 17(1) പ്രകാരം എക്സ്പെൽ ചെയ്ത ആളാണെങ്കിൽ പീരീഡ് നോക്കണം 1 year ആണ് കേട്ടോ. 1 year നോക്കണം. എക്സ്പെൽഷൻ കഴിഞ്ഞിട്ട് 1 year കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മെമ്പർഷിപ്പ് വീണ്ടും അലൗ ചെയ്യുള്ളൂ എന്ന് ആലോചിക്കുക. അപ്പോൾ ഈ ഒരു വർഷങ്ങളൊക്കെ ആലോചിക്കണം. എക്സ്പെൽഷൻ ആണെങ്കിൽ 1 year പറഞ്ഞു. സർചാർജ് ആണെങ്കിൽ നമ്മൾ എത്രയാണ് പറഞ്ഞത്, 3 വർഷമാണ് പറഞ്ഞത്. സർചാർജ് ആണെങ്കിൽ 3 വർഷം പറഞ്ഞു. പിന്നെ ഒഫൻസ് എന്തെങ്കിലും സെൻറ്റൻസ് ചെയ്യപ്പെട്ട ആളാണെങ്കിൽ പീരിയഡ് ഓഫ് 5 years പറഞ്ഞു. അപ്പോൾ ഈ 3 വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ആദ്യത്തെ ഒഫൻസുമായി ബന്ധപ്പെട്ടിട്ട് സെൻറ്റൻസ്ഡ് ഫോർ ആൻ ഒഫൻസ് അതർ ദാൻ പൊളിറ്റിക്കൽ ക്യാരക്ടർ ഓർ ആൻ ഒഫൻസ് നോട്ട് ഇൻവോൾവിങ് മോറൽ ടർപ്റ്റിറ്റ്യൂഡ്, അതല്ലാത്ത ഇതര മറ്റ് കേസുകളാണെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. പീരിയഡ് ഓഫ് 5 yearsൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ പിന്നെ പറഞ്ഞിട്ടുള്ളത് സർചാർജിൻ്റെ കാര്യമാണ്. സർചാർജിന് 3 വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. സർചാർജിൻ്റെ മായി ബന്ധപ്പെട്ട സെക്ഷൻ 68 കടന്നു വരുന്നുണ്ട്. പിന്നെ എക്സ്പെൽഷൻ ആണെങ്കിൽ 1 വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. ആ 3 നിങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ നിങ്ങളൊരു കോളം വരച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ അത് എഴുതി വെക്കണം കേട്ടോ. എന്നാലേ നമുക്കത് മറക്കാതെ കിട്ടുള്ളൂ.
പിന്നെ അടുത്തത് തേർഡ് പോയിന്റ് പറഞ്ഞത് വേറെ പേഴ്സൺ ഓൾറെഡി അഡ്മിറ്റഡ് ടു മെമ്പർഷിപ്പ് ഈസ് സീൻ എന്തെങ്കിലും ഇന്നെലിജിബിൾ ആവുകയാണ്, ഓൾറെഡി മെമ്പറാണ്, പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് അദ്ദേഹം ഇന്നെലിജിബിൾ ആവുകയാണ്. At the time he was so admitted as a member, if he subsequently becomes ineligible for membership, തുടർച്ചയായിട്ട് അദ്ദേഹം ഇന്നെലിജിബിൾ ആവുക എന്ന് വിചാരിക്കുക മെമ്പർഷിപ്പിന്. അപ്പോൾ ഈ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുക, ഇയാളെ റിമൂവ് ചെയ്യുക കേട്ടോ. ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി മേ റിമൂവ് ദ പേഴ്സൺ ഫ്രം മെമ്പർഷിപ്പ് എന്ന് അവരെ റിമൂവ് ചെയ്യുക ആരാണ്, റിമൂവൽ ചെയ്യുക ആരാണ്, അപ്പോൾ കമ്മിറ്റിയാണ്, അത് ആലോചിക്കണം കേട്ടോ. ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി മേ റിമൂവ് ദ പേഴ്സൺ ഫ്രം മെമ്പർഷിപ്പ് ആഫ്റ്റർ ഗിവിംഗ് ഹിം ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ മേക്കിംഗ് ഹിസ് റെപ്രസെൻറ്റേഷൻ. അദ്ദേഹത്തിൻ്റെ ഭാഗം പിന്നെന്താ പറയുക, പറയാനുള്ളൊരു അവസരം കൊടുത്ത് റെപ്രസെൻറ്റേഷൻ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിനെ ഒഴിവാക്കുക. ആരെ ഒഴിവാക്കുക, പ്രത്യേകം നോട്ട് ചെയ്യണം, ആരാണ് റിമൂവ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കമ്മിറ്റിയാണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി മേ റിമൂവ് ദ പേഴ്സൺ ഫ്രം മെമ്പർഷിപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്, കമ്മിറ്റിക്കാണ്. ആഫ്റ്റർ ഗിവിംഗ് ഹിം ആൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം ഫോർ മേക്കിംഗ് ഹിസ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, if any, and the person concerned shall thereupon cease to be a member of a society കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറെ പേഴ്സൺ മെമ്പർ ബിക്കം ഇൻഎലിജിബിൾ ടു കണ്ടിന്യൂ ആസ് സച്ച്, തുടർച്ചയായിട്ട് അതുപോലെ തന്നെ കണ്ടിന്യൂ ആവണമെങ്കിൽ രജിസ്ട്രാർക്ക് സ്വയം ഹിസ് ഓൺ മോഷൻ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ ഏതെങ്കിലും മെമ്പറിൽ ഏതെങ്കിലും റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു പരാതി പോലെ ഏതെങ്കിലും മെമ്പറുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നോ ഇയാളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇന്നെലിജിബിലിറ്റി കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അദ്ദേഹത്തിന് പിന്നെ അവിടെ മെമ്പർഷിപ്പിൽ തുടരാനുള്ള ഒരു സംഭവം വിലക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനുള്ള അധികാരം കമ്മിറ്റിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കമ്മിറ്റിക്ക് കൂടാതെ ആർക്കും ഉണ്ട് എന്ന് പറഞ്ഞു, രജിസ്ട്രാർക്കുണ്ട്. രജിസ്ട്രാർക്ക് ഒന്നെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാം, അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഏതെങ്കിലും ഒരു മെമ്പറോ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്കോ റെപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പോൾ അതുവഴിക്ക് തീരുമാനം എടുക്കാം. അല്ലെങ്കിൽ ബൈ ആൻ ഓർഡർ ഇൻ റൈറ്റിംഗ് ഡിക്ലെയർ ദാറ്റ് ഹി ഹാസ് സീസ്ഡ് ടു ബി മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് ഓർഡർ. അദ്ദേഹത്തിൻ്റെ ഓർഡർ ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മെമ്പർഷിപ്പ് സീസ് ചെയ്യപ്പെടും കേട്ടോ. ഓക്കെ, ഇനി ദ രജിസ്ട്രാർ ഷാൾ ഗീവ് സച്ച് പേഴ്സൺ, അപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം ടു സ്റ്റേറ്റ് ഹിസ് ഒബ്ജെക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഒബ്ജെക്ഷൻസ് സ്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവസരം കൊടുക്കുന്നുണ്ട്. ഇഫ് എനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടു ദ പ്രൊപ്പോസ്ഡ് ആക്ഷന് മുമ്പേ കേട്ടോ. ആൻഡ് ഇഫ് ദ പേഴ്സൺ വിഷസ് ടു ബി ഹേർഡ് ഹി ഷാൾ ബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു ബി ഹേർഡ് ബിഫോർ പാസിങ് ആൻ ഓർഡർ ആസ് അഫോർസെഡ്. മോൾ പറഞ്ഞിട്ടുള്ള ഓർഡർ പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് കേൾക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കായാലും അവരുടെ ഒരു വശം ഉണ്ടാവില്ലേ, അപ്പോൾ ആ വശം കേൾക്കാനുള്ള അവസരം ആര് കൊടുക്കുന്നുണ്ട്, രജിസ്ട്രാർ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗം വ്യക്തമാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് ഒന്ന് റിമൂവ് ചെയ്യാൻ, കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് ഒന്ന് റിമൂവ് ചെയ്യാനുള്ള ആദ്യത്തെ അധികാരം വരുന്നത് കമ്മിറ്റിക്കാണെന്ന് പറഞ്ഞു. കമ്മിറ്റിയും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് മേക്കിംഗ് ഹിസ് റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറെ മെമ്പർ ഓഫ് സൊസൈറ്റി ബിക്കം രജിസ്ട്രാർക്കും ഇങ്ങനെ ഒരു അധികാരമുണ്ട്. രജിസ്ട്രാർ എങ്ങനെയൊക്കെ ചെയ്യാം, ഒന്നെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാം, അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ ഏതെങ്കിലും ഒരു മെമ്പറിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്കിൽ നിന്നോ ലഭിച്ചാൽ ചെയ്യാം. അങ്ങനെ റൈറ്റിംഗ് ഡിക്ലെയർ ചെയ്തിട്ട് എഴുതി കൊടുത്ത ആ ഒരു ഡേറ്റ് ഓഫ് ഓർഡർ നിലവിൽ വരുന്ന അന്ന് തൊട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് സീസ് ചെയ്യപ്പെടും. രജിസ്ട്രാറും അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം വ്യക്തമാക്കാൻ കേട്ടോ. ഓക്കെ, പിന്നെ പുതുതായിട്ട് സബ്സെക്ഷൻ 5 എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. 5 ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ്. ദ എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സ് മെയ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ദ രജിസ്ട്രാർ 32, 33 പ്രകാരം അങ്ങനെ മെമ്പേഴ്സ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ആസ് ദ കേസ് മേ ഐദർ റെക്ടിഫൈ ഓർ ഡിനേ any such membership, and in the event of not rectifying such membership by the elected committee it shall specify the reasons thereof and inform the applicant accordingly. The elected committee has to take a decision within a period of 1 year from the date of assuming charge by the elected committee എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്ന രജിസ്ട്രാർ 32, 33 പ്രകാരം. അപ്പോൾ ആ ഒരു കേസിലാണ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും പിന്നെ ആ സമയത്തുള്ള മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും കണ്ടെത്തി അല്ലെങ്കിൽ ഡിനെ തടയപ്പെടുകയെ എനി സച്ച് മെമ്പർഷിപ്പ് ആ ഒരു സമയത്ത്, ആൻഡ് ഇൻ ദ ഇവൻറ്റ് ഓഫ് നോട്ട് റെക്ടിഫൈങ് സച്ച് മെമ്പർഷിപ്പ് ബൈ ദ ഇലക്റ്റഡ് കമ്മിറ്റി ഇറ്റ് ഷോൾ സ്പെസിഫൈ റീസൺസ്. ഇനിയിപ്പം അവർ ആ ഇലക്റ്റഡ് കമ്മിറ്റിയുടെ സമയത്താണെങ്കിൽ അവർ എന്തുകൊണ്ട് അത് ഡിനൈ ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് തടഞ്ഞു എന്നതിനുള്ള റീസൺസ് സ്പെസിഫൈ ചെയ്യണം.
ആരേനെ അപ്ലിക്കൻറ്റിനെ ഇൻഫോം ചെയ്യണം എന്നാണ് പറഞ്ഞത്. എലക്റ്റഡ് കമ്മിറ്റി ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ. അദ്ദേഹം ഒരു വിത്തിൻ 1 ഇയറിൽ ഇലക്റ്റഡ് കമ്മിറ്റി തീരുമാനം എടുക്കണം കേട്ടോ. എലക്റ്റഡ് കമ്മിറ്റി ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ വിത്തിൻ എ പീരീഡ് ഓഫ് 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് അസ്യൂമിങ് ചാർജ് ബൈ ദി എലക്റ്റഡ് കമ്മിറ്റി ചാർജ് അസ്യൂം ചെയ്തതിൻ്റെ വിത്തിൻ 1 ഇയറിൽ വ്യക്തമായ കാരണം, എന്തുകൊണ്ട് എന്നുള്ള കാരണം അവരെ അറിയിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് പുതുതായിട്ട് വന്ന 5ാമത്തെ സബ്സെക്ഷനായിട്ട് പുതുതായി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൂൾ 16 പറയുന്നത്. റൂൾ 16 പറയുന്നപ്പോൾ റൂൾ 16 2 പിന്നെ 5ാമത്തൊരു സബ്സെക്ഷൻ ആഡ് ചെയ്തു. പിന്നെ അതുകൂടാതെ എ എന്ന് പറഞ്ഞിട്ടൊരു ഉപവകുപ്പ് കൂട്ടിച്ചേർക്കും ചെയ്തു. അപ്പോൾ ഈ 2 മാറ്റങ്ങളാണ് എവിടെ വന്നിട്ടുള്ളത്, റൂൾ 16 വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്, ചെറിയ 2 പോയിന്റുകളാണ് മാറ്റം വന്നിട്ടുള്ളത്. പിന്നെ റൂൾ 16A വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്, ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഭാഗമാണ് 16A എന്ന് പറഞ്ഞാൽ. അതുകൂടി നമുക്ക് നോക്കിയിട്ട് പോവാം. റൂൾ 16A ഐഡൻറ്റിറ്റി കാർഡാണ്. ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ വരുന്ന മേഖലയാണ്. എ പേഴ്സൺ അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഇഷ്യൂഡ് വിത്ത് ആൻ ഐഡൻറ്റിറ്റി കാർഡ്. ഫോം നമ്പർ 6A ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുക. അതായത് അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ആകുമ്പോഴാണ് ഐഡൻറ്റിറ്റി കാർഡ് ആവശ്യം വരിക അല്ലേ. ഐഡൻറ്റിറ്റി കാർഡ് എപ്പോഴാണ്, ഇപ്പോൾ ഒരു സ്കൂളിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് അവിടുത്തെ സ്റ്റുഡൻ്റ് ആകുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ഐഡൻറ്റിറ്റി കാർഡ് കിട്ടുക, അല്ലാതെ അതിന് മുമ്പേ കിട്ടുമോ, കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയിലെ മെമ്പർ ആയതിനു ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ആയതിനു ശേഷം മാത്രമാണ് ഐഡൻറ്റിറ്റി കാർഡ് കിട്ടുക. ഓക്കെ, ഐഡൻറ്റിറ്റി കാർഡ് ഒരു കൺക്ലൂസീവ് എവിഡൻ്റ് ആണ് പ്രൂവ് ചെയ്യാൻ, എന്ത് മെമ്പർഷിപ്പ് അല്ലേ, ഞാൻ ആ സൊസൈറ്റിയിലെ മെമ്പറാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖയാണ് എന്ത്, കൺക്ലൂസീവ് എവിഡൻസ് ആണ് ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ദ മെമ്പർ ഷാൽ ഫർണിഷ് 2 കോപ്പീസ്, അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ 2 കോപ്പി കൊടുക്കണം കേട്ടോ. ഈ ഒരു കോപ്പി ഉണ്ടല്ലോ, കോപ്പീസ് ഓഫ് ദ ഫോട്ടോഗ്രാഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് ആരാണ്, അങ്ങനെ ഒരു ചോദ്യം കാണാറുണ്ട് കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ആണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓഫീസർ സ്പെഷ്യലി എംപവേർഡ് ഇൻ ദിസ് ബിഹാവ് ബൈ ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി. ഇനി ചീഫ് എക്സിക്യൂട്ടീവ് അല്ല അവിടെ ഭരണകാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ കമ്മിറ്റി ഒരാളേനെ ഔദ്യോഗികമായി അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാളാണ്. അപ്പോൾ അങ്ങനെ 2 ഓപ്ഷൻസ് വരാം, ഒന്നുകിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി അല്ലെങ്കിൽ ഓഫീസർ സ്പെഷ്യലി എംപവേർഡ് ബൈ ദ കമ്മിറ്റി. ആരും ആവാം, 2 ആളിൽ ആരും ആവാം. പ്രത്യേകം നോട്ട് ചെയ്യണം, അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. ആരാണ് അറ്റസ്റ്റ് ചെയ്യാന്ന്. അറ്റസ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ഓപ്ഷനിൽ കാണാറുള്ള ചീഫ് എക്സിക്യൂട്ടീവ് തന്നെയാണ്. പിന്നെ വേറെ ആൾക്കും കൂടി ചെയ്യാം, അതാരാണെന്ന് വെച്ചാൽ ഓഫീസർ സ്പെഷ്യലി എംപവേർഡ് ബൈ ദ കമ്മിറ്റി എന്നാണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ ആ 2 ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ 1 കോപ്പി ഓഫ് ദ ഡ്യൂലി അറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് എവിടെയാണ് ഫിക്സ് ചെയ്യുക, ഐഡൻറ്റിറ്റി കാർഡിൽ ഒട്ടിക്കും. മറ്റേ കോപ്പി എന്ത് ചെയ്യും, രജിസ്റ്റർ ഫോം നമ്പർ 6B ഇതിനു വേണ്ടി ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലാണ് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ 6A അപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒറിജിനലുകളൊക്കെ അറ്റാച്ച് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കണ ഫയലാണ് എന്ത് 6B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. 6B അതൊക്കെ രജിസ്റ്ററായി സൂക്ഷിക്കുന്നത് 6B ഐഡൻറ്റിറ്റി കാർഡ് ഷോൾ ഓൾസോ ബിയർ, സീലും ഉണ്ടായിരിക്കും, സൊസൈറ്റിയുടെ സീല് തീർച്ചയായിട്ടും ഐഡൻറ്റിറ്റി കാർഡിൽ ഉണ്ടായിരിക്കും, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ 2ാമത്തെ സബ്സെക്ഷനായിട്ട് പറയണത് ആൻ എക്സിസ്റ്റിംഗ് മെമ്പർ ഷോൾ വിത്തിൻ 1 മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദീസ് റൂൾസ്. ഈ റൂൾസ് വരുന്നതിൻ്റെ 1 മാസത്തിനകം എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് മെമ്പറാണ്, പണ്ട് വന്ന റൂളാണല്ലോ, അപ്പോൾ ആ റൂള് വരുന്നതിന് മുമ്പ് അവർക്ക് ചിലപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ വിത്തിൻ 1 മന്ത്, ഈ റൂൾ നിലവിൽ വരുന്ന 1 മാസത്തിനകം എന്ത് ചെയ്യണം, അവർ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് എടുക്കുക അല്ലേ. ഫർണിഷ് ടു ദ സൊസൈറ്റിക്ക് എന്ത് ചെയ്യുക, 2 കോപ്പി റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കും, ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യും. എത്ര ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം എന്നുള്ള ഡേറ്റ് പറയുന്നുണ്ട്. വിത്തിൻ എ പീരീഡ് ഓഫ് 15 days ആണ് കേട്ടോ, ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ ഫോട്ടോഗ്രാഫ്. അതായത് ഫോട്ടോ വാങ്ങിച്ച് 15 ദിവസത്തിനകം അവർക്കത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ, പ്രത്യേകം ഓർത്തിരിക്കുക. 1 മാസത്തിനകം അവരെന്ത് ചെയ്യണം, ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യണം. ഇനിയിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് 15 ദിവസത്തിനകം വിത്തിൻ്റെ പീരീഡ് ഓഫ് 15 daysനകം ഇവർക്ക് ശരിക്കും അത് റെഡിയാക്കി കൊടുക്കണം. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് ദ രജിസ്ട്രാർ മേ ഇൻ ഡിസേർവിംഗ് കേസസ് ഫോർ റീസൺസ് ടു ബി റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ് എക്സ്റ്റെൻഡ് ദ എബവ് പീരീഡ്. ഇനിയിപ്പോൾ 1 month വേണമെങ്കിൽ ഒരു 15 days ഫർദർ പീരീഡ് അപ് ടു 1 month കൂടുതൽ വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കാലതാമസം വരികയാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്, രജിസ്ട്രാർക്ക് ഉണ്ടെന്നാണ് പറയണത്. ഓക്കെ, ഇനി ഐഡൻറ്റിറ്റി കാർഡ് ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് ഷോൾ ബി ഇഷ്യൂഡ് ഡയറക്ട്ലി ടു ദ മെമ്പർ. ഡയറക്ട്ലി മെമ്പർക്കാണ് കൊടുക്കുക. കൺസേൺഡ് ആഫ്റ്റർ ഒബ്റ്റെയിൻ ഹീസ് അക്നോളജ്മെൻറ്റ് വേണം. അക്നോളജ്മെൻറ്റിൻ്റെ രജിസ്റ്റർ ഫോം നമ്പർ 6B ആണ്. അപ്പോൾ 6B അക്നോളജ്മെൻറ്റ് രജിസ്റ്റർ ഫോം നമ്പർ 6B
6B നമ്മൾ പറഞ്ഞുവല്ലോ, രജിസ്റ്റർ സൂക്ഷിക്കുന്നതാണെന്ന് പറഞ്ഞുവല്ലോ. ഷാൽ നോട്ട് ബി സപ്ലൈഡ് ടു എനി അതർ പേഴ്സൺ ഓൺ ഹിസ് പകരം, അതായത് എനിക്ക് പകരം അവരോട് വാങ്ങാൻ പറയൂ, ആ പരിപാടി നടക്കില്ല. നമ്മൾ ഒപ്പിട്ടിട്ട് നമ്മൾ തന്നെ പോയി വാങ്ങണം എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഐഡൻറ്റിറ്റി കാർഡ് ഷാൾ ബി ഇഷ്യൂഡ് ഡയറക്ട്ലി ടു എ മെമ്പർ കൺസേൺഡ് ആഫ്റ്റർ ഒബ്റ്റൈനിങ് ഹിസ് അക്നോളജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ സമ്മത കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞ് എഴുതി വാങ്ങണതിനാണ് അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണ് രജിസ്റ്റർ ഇൻ ഫോം നമ്പർ 6B എഴുതി വാങ്ങും. അതിനുശേഷമാണ് തരുള്ളൂ. നേരിട്ട് തന്നെ വേണം. അത് ഓൺ ബിഹാഫിൽ ആർക്കും പോയി വാങ്ങാനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ചെറിയ ചെറിയ പോയിന്റുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ചോദ്യങ്ങൾ പല രീതിയിലും വരാറുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ എക്സിസ്റ്റിംഗ് മെമ്പർ ആണെങ്കിൽ ഒരു മാസത്തിനകം, എക്സിസ്റ്റിംഗ് മെമ്പറാണ്, അദ്ദേഹത്തിന് ഐഡൻറ്റിറ്റി കാർഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു മാസത്തിനകം അപ്ലൈ ചെയ്യുക. 15 ദിവസം 2 കോപ്പി റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കുക, എനിക്ക് ഐഡൻറ്റിറ്റി കാർഡ് വേണം എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യുക. ഏത് ഫോമിലാണ് അപ്ലൈ ചെയ്യേണ്ടത്? 6A കേട്ടോ. ഫോം നമ്പർ 6A അപ്ലൈ ചെയ്യേണ്ടത്. 6B അതിൻ്റെ രജിസ്റ്ററാണ്, മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്ററാണ് 6B എന്ന് പറയുന്നത്. 15 ദിവസത്തിനകം അവർ ഫോട്ടോഗ്രാഫ് കിട്ടി 15 ദിവസത്തിനകം അത് ഇഷ്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അത് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു 15 ദിവസമോ അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഡയറക്റ്റ്ലി ആണെന്നും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ 6B ആണ് പറയുന്നത്. 16B കേട്ടോ, 16B ആണ്. 16B ഐഡൻറ്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ് ആണ് കേട്ടോ. 16B എന്താണ്? 16B പറയുന്നത് ഐഡൻറ്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ നോക്കാം. എ മെമ്പർ ഹു ഫെയിൽസ് ടു ഒബ്റ്റെയിൻ ഹിസ് ഐഡൻറ്റിറ്റി കാർഡ് ആസ് പ്രൊവൈഡഡ്. റൂൾ 16A പ്രകാരം അദ്ദേഹം പരാജിതനാവുകയാണ് അത് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അവർക്ക് ചീഫ് എക്സിക്യൂട്ടീവിന് അപ്ലൈ ചെയ്യാം. ഓർ സച്ച് അതർ ഓഫീസർ, ആർക്കാണോ എംപവർ ചെയ്തിരിക്കുന്നത്, കമ്മിറ്റി എംപവർ ചെയ്ത ആൾക്കും ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി എന്ത് ചെയ്യാം, ഐഡൻറ്റിറ്റി കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, സൊസൈറ്റി ഫോർ ദ ഇഷ്യൂ ഓഫ് ആൻ ഐഡൻറ്റിറ്റി കാർഡ്. എ മെമ്പർ ഹു ഫെയിൽസ് ടു ഒബ്റ്റെയിൻ ഹിസ് ഐഡൻറ്റിറ്റി കാർഡ് ആസ് പ്രൊവൈഡഡ് ഇൻ റൂൾ 16A മേ അപ്ലൈ ടു ദ ചീഫ് എക്സിക്യൂട്ടീവിനോ അല്ലെങ്കിൽ അത് എംപവർ ചെയ്ത ഓഫീസർക്കോ. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ കിട്ടിയതിന് ശേഷം ഓഫീസർ സ്പെസിഫൈഡ്, അതിൽ പറഞ്ഞിട്ടുള്ള ഓഫീസർ ആരാണോ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആവുകയാണ്. ഓക്കെ ആണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആഫ്റ്റർ സച്ച് എൻക്വയറി ആസ് ഹി ഡീംഡ് ഫിറ്റ് ആണോ എന്ന് പ്രോപ്പറായിട്ട് പരിശോധിച്ചതിന് ശേഷം സോ ആസ് ടു കറക്റ്റ്നെസ് ഓഫ് ദ ഫാക്ട്സ് ആൻഡ് പർട്ടിക്കുലേഴ്സ് ഫർണിഷ്ഡ് ഇൻ സച്ച് ആപ്ലിക്കേഷൻ ഇഷ്യൂ ആൻ ഐഡൻറ്റിറ്റി കാർഡ് ടു ദ ആപ്ലിക്കൻറ്റിന് ഇഷ്യൂ ചെയ്യുകയാണ്. ആപ്ലിക്കൻറ്റിന് ഇഷ്യൂ ചെയ്തതിന് ശേഷം, അതാണ് പറയുന്നത് സാധാരണ എല്ലാവരും. ഇപ്പം ഞാൻ ജോയിൻ ചെയ്തു, പക്ഷേ എനിക്ക് ഐഡൻറ്റിറ്റി കാർഡ് ഇല്ല, ഞാൻ 1-2 മാസമായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്, ഐഡൻറ്റിറ്റി കാർഡ് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഓതറൈസ് ചെയ്ത ഓഫീസർ അല്ലെങ്കിൽ അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലേ, അവർക്ക് അത് വില്ലിങ് ആണ്, ഞാനതിന് ആപ്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഐഡൻറ്റിറ്റി കാർഡ് തരും അല്ലേ. വേർ സച്ച് ഓഫീസർ ഈസ് നോട്ട് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഐഡൻറ്റിറ്റി കാർഡ് ഷുഡ് നോട്ട് ബി ഇഷ്യൂഡ് ഹി ഷോൾ ആഫ്റ്റർ അഫോർഡിങ് റീസണബിൾ ഓപ്പർച്യൂണിറ്റി ടു ദ ആപ്ലിക്കൻ ടു ബി ഹേർഡ് മേക്ക് ആൻ ഓർഡർ റിജക്റ്റിംഗ് ദ ആപ്ലിക്കേഷൻ. ഇനി അഥവാ ആപ്ലിക്കേഷൻ അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് റീസൺ എന്നുള്ള കാര്യം കൂടി അവരെ അറിയിക്കേണ്ട ബാധ്യത ആ ഓഫീസർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ദ ഓഫീസർ ഷോൾ റെക്കോർഡ് ദ റീസൺസും ഓൾസോ ഫോർ ദ റിഫ്യൂസൽ ആൻഡ് ഷോൾ കമ്മ്യൂണിക്കേറ്റ് ദ സെയിം ടു ദ ആപ്ലിക്കൻറ്റിനെ അറിയിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ റൂൾ 16C ഉണ്ട്. 16C എന്താണെന്ന് നോക്കാം. ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ്. അപ്പോൾ റിക്വസ്റ്റിൽ ചെയ്തു കിട്ടി, അപ്പോൾ ആ കാര്യമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി പറയണത് ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ്, നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യാം. അപ്പോൾ ആൻ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ടു എ മെമ്പർ അണ്ടർ ദ പ്രൊസീഡിംഗ് റൂൾസ് ഹാസ് ബീൻ ലോസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഡീഫേസ് ചെയ്തു അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് ഡിസ്ട്രോയിഡ് ആയി ഡാമേജ്ഡ് ആയി എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, നമ്മുടെ സർട്ടിഫിക്കറ്റ് പോയാലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടില്ല, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് മേ ബി ഇഷ്യൂഡ് ഓൺ ആപ്ലിക്കേഷൻ, അല്ലെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. If the officer specially empowered in this behalf of by the society satisfied himself, ആരാണോ എംപവർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കാം, അവർ എൻക്വയറി നടത്തി നമ്മൾ ഫിറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ കറക്റ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്യൂ ചെയ്യും അല്ലേ, ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡാണ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം കേൾക്കാതെ, ഒരിക്കലും കാരണങ്ങൾ കേൾക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ആപ്ലിക്കേഷനും റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്തൗട്ട് ഗിവിങ് ദ ആപ്ലിക്കൻ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ്, കേൾക്കാനുള്ള ഒരു അവസരം കൊടുക്കാതെ സ്വന്തം തീരുമാനത്തിൽ ഒരു ആപ്ലിക്കേഷൻ പോലും റിജക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, വേർ ദ ഒറിജിനൽ ഓഫ് ആൻ ഐഡൻറ്റിറ്റി കാർഡ് ഫോർ വിച്ച് എ ഡ്യൂപ്ലിക്കേറ്റ് വാസ് ഇഷ്യൂഡ്, അത് ലോസ്റ്റ് ചെയ്താലാണ് എന്ത് ചെയ്യുക, നീ തിരിച്ച് കിട്ടിയെന്ന് വിചാരിക്കാം.
അപ്പോൾ നമ്മൾ പോയി എന്ന് വിചാരിച്ച സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പം അത് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സച്ച് ഒറിജിനൽ ഷാൾ ബി സറണ്ടർ ടു സൊസൈറ്റി ഫോർ സേഫ് കസ്റ്റഡി. സൊസൈറ്റിക്ക് സേഫ് കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒറിജിനൽ കൊടുക്കണം കേട്ടോ. ആ സച്ച് ഒറിജിനൽ, ആ കിട്ടിയ ഒറിജിനലാണ് കൊടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചു കൊടുക്കുകയല്ല ചെയ്യുക. അപ്പോൾ അതൊരു നല്ല പോയിൻ്റാണ്, നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒറിജിനൽ കിട്ടിയില്ല, അതിന് ഡ്യൂപ്ലിക്കേറ്റ് സൊസൈറ്റി എടുത്തോട്ടെ. അങ്ങനെയല്ല, വെറുതെ ഒറിജിനൽ ഓഫ് ആൻ ഐഡൻറ്റിറ്റി കാർഡ് ഫോർ വിച്ച് എ ഡ്യൂപ്ലിക്കേറ്റ് വാസ് ഇഷ്യൂഡ് ഹാസ് ബീൻ റിക്കവേർഡ് ലേറ്റർ. പിന്നീട് കണ്ടെത്തി കഴിഞ്ഞാൽ സച്ച് ഒറിജിനൽ ഷാൾ ബി സറണ്ടർ ടു സൊസൈറ്റി ഫോർ സേഫ് കസ്റ്റഡി. അവരുടെ സേഫ് കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മളത് എന്ത് ചെയ്യണം? സറണ്ടർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് റൂൾ 16D അപ്പീലാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട അപ്പീലാണ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സൊസൈറ്റിയുടെ ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ടിട്ട് അപ്പീലാണ് പറയുന്നത്. ഓക്കെ, എനി സൊസൈറ്റി റെഫ്യൂസസ് ടു ഇഷ്യൂ ഐഡൻറ്റിറ്റി കാർഡ് ടു എനി മെമ്പർ, ദ അഗ്രീവ്ഡ് പേഴ്സൺ എന്ത് ചെയ്യാം? അപ്പീൽ ഫയൽ ചെയ്യുക അല്ലേ. ആർക്കാണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്? രജിസ്ട്രാർക്കാണ്. എത്ര ദിവസത്തിനകം? വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ ഓർഡർ ഓഫ് സച്ച് റിഫ്യൂസൽ. അത്തരത്തിലുള്ള റിഫ്യൂസൽ കിട്ടി 15 ദിവസത്തിനകം അപ്ലൈ ചെയ്യണം. പ്രധാനപ്പെട്ടതാണ്, തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണം. ഈ അഗ്രീവ്ഡ് പേഴ്സൺ ആർക്കാണ് അപ്പീൽ കൊടുക്കേണ്ടത്? എന്തുമായി ബന്ധപ്പെട്ടിട്ട്? ഈ ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഇഷ്യൂ ഐഡൻറ്റിറ്റി കാർഡും റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക്? അഗ്രീവ്ഡ് പേഴ്സൺ ആർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കണം? രജിസ്ട്രാർക്ക്. എത്ര ദിവസത്തിനകം? വിത്തിൻ 15 daysനകം കൊടുക്കണം കേട്ടോ. പിന്നെ അതിനുള്ള ചലാൻ റിസിപ്റ്റാണ് 50 രൂപ പറഞ്ഞിട്ടുള്ളത്. അലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ. രജിസ്ട്രാർ ഷാൾ ഡിസ്പോസ് ഓഫ് സച്ച് അപ്പീൽ എന്ത് ചെയ്യണം? 30 daysനകം അപ്പീൽ കിട്ടി 30 daysനകം അവരെന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ അതും പ്രത്യേകം ഓർത്തിരിക്കണം. രജിസ്ട്രാർ ഷാൾ ഡിസ്പോസ് ഓഫ് സച്ച് അപ്പീൽ വിത്തിൻ 30 days ഓഫ് റിസീപ്റ്റ് ഓഫ് ദ അപ്പീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി പറയുന്നത് റൂൾ 16E ആണ് കേട്ടോ. റൂൾ 16E ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അവിടെയാണ് ഒരു അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ അമെൻമെൻറ്റും കൂടി നമ്മൾ നോക്കി പോകണം. ഓക്കെ, റൂൾ 16E പറയണത് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി. ഓക്കെ, ആപ്ലിക്കേഷൻ എവിടെയും കൊടുക്കണം. അഫിലിയേഷൻ നടത്താനും സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റീസിൽ അഫിലിയേഷൻ നടത്താനും ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിൻ്റെ നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്നതാണ് 16E കേട്ടോ. ഓക്കെ, അപ്പോൾ 16E കുറച്ചധികം അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം ലോങ് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, കാണാനും നോട്ട് എഴുതാനൊക്കെ ബുദ്ധിമുട്ടാണ്. എനിക്കും അത് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ റൂൾ 16D അപ്പീലിൻ്റെ കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. 16 പിന്നെ E ആണ് കേട്ടോ. 16E ആണ് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റീസ് വരുന്നത്. കുറച്ചധികം അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.